ഇനിയിവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവ്വാബീൻ എന്ന പേരിൽ ഒരു പ്രത്യേക നിസ്കാരം വന്നത് ഏതാണ്? സ്വലാത്തു ദുഹയാണ്. അതല്ലാതെ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ എന്തില്ല? അവ്വാബീൻ നിസ്കാരം എന്ന പേരിൽ ഒരു നിസ്കാരം ഇല്ല. നമ്മുടെ നാട്ടിലൊക്കെ ചില ആൾക്കാർ പറയും അവ്വാബീൻ നിസ്കാരം എന്ന് പറഞ്ഞിട്ട് മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ എന്ത് ചെയ്യും? ഒരു 6 റക്അത്ത് നിസ്കരിക്കും. 6 റക്അത്ത് നിസ്കാരം അവ്വാബീൻ നിസ്കാരം എന്ന പേരിൽ നിർവഹിക്കാറുണ്ട്. അതെന്തല്ല, ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നതല്ല. ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ആ വിഷയത്തിൽ വന്ന ഹദീസ് ദഈഫാൻ. അത് ഇമാം തിർമിദി റഹിമഹുല്ലൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ഹദീസിനെ പറ്റിയിട്ട് ഇമാം അൽബാനി റഹിമഹുല്ലൊക്കെ പറഞ്ഞത് ദഈഫൻ ജിദ്ദ, അങ്ങേയറ്റം ദുർബലാന്നാ പറഞ്ഞത്. അപ്പൊ അത് തെളിവിന് കൊള്ളാവുന്ന ഒരു ഹദീസ് അല്ല. അപ്പൊ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ അങ്ങനെ ഒരു 6 റക്അത്ത് എന്ന ഉപാധി വെച്ചിട്ടുള്ള ഒരു അവ്വാബി നിസ്കാരം എന്തില്ല? ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. ഹദീസിൽ വന്നിട്ടുള്ള അവ്വാബി നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് സ്വലാത്തു ദുഹയെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒരാൾക്ക് മഗ്രിബിൻ ലൈറ്റ് ഓഫ് ആക്കി നിസ്കരിക്കുന്നോ? അല്ലാഹു അല്ല, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നിസ്കരിക്കുമ്പോൾ വെളിച്ചം ഉണ്ടാവുക എന്നുള്ളത് എന്താണ്? ഏറ്റവും നല്ലതാണ്. ഇരുട്ടത്ത് നിസ്കരിക്കുന്നതിനേക്കാളും നല്ല എന്താണ്? വെളിച്ചത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നിസ്കരിക്കുന്ന ഒരു നിസ്കാരത്തെ പറ്റിയിട്ട് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഒരാൾക്ക് എന്ത് ചെയ്യാം? മഗ്രിബിന്റെ ഇശാന്റെ ഇടയിൽ നിസ്കരിക്കാം. അതിനെന്തില്ല? തടസ്സമില്ല. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് വിലക്കപ്പെട്ട സമയമല്ല. ഒരാളിപ്പോ മഗ്രിബ് നിസ്കരിച്ചു, അയാൾ പള്ളിയിൽ തന്നെ ഇരിക്കുകയാണ്. അയാൾക്ക് ഖുർആൻ ഓതാം, അയാൾക്ക് ഇൽമിന്റെ സദസ്സിൽ ഇരിക്കാം, അയാൾക്ക് ദിക്റുകൾ ചൊല്ലാം. അതുപോലെ തന്നെ അയാൾക്ക് എന്തും ചെയ്യാം, ഇശാ വരെ നിസ്കരിക്കുകയും ചെയ്യാം. എന്ത് നിസ്കാരമാണ്? വെറുതെയുള്ള നിസ്കാരമാണ്. റവാത്തിബ് സുന്നത്തോ അല്ലെങ്കിൽ സുന്നത്ത് മുവക്കദ എന്നുള്ള അൽക്കോ ഒന്നുമല്ല. നിരുപാധികം എന്ത് ചെയ്യാം? തക്ബീറുകൾ ചൊല്ലുന്ന പോലെ, ഖുർആൻ ഓതുന്ന പോലെ നിരുപാധികം അയാൾക്ക് എന്ത് ചെയ്യാം? നിസ്കരിക്കാൻ. നബി അങ്ങനെ നിസ്കരിച്ച് വന്നിട്ടുണ്ട്. സ്വഹാബിമാർ അങ്ങനെ നിസ്കരിച്ചതായിട്ട് വന്നിട്ടുണ്ട് ചില സമയങ്ങളിൽ. ഇപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നപ്പോൾ ഫലം യസൽ യുസല്ലി ഹത്താ സ്വല്ലൽ ഇശാ, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് നബി നിസ്കാരം തുടങ്ങിയതാണ്. ഇശാ വരെ എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരുന്നു എന്നാണ്. അപ്പൊ അങ്ങനെ നിസ്കരിക്കാം. എന്നാൽ അവിടെ ഒരു പ്രത്യേക എണ്ണം നിശ്ചയിക്കാൻ എന്തില്ല? തെളിവില്ല. ഒരു 6 റക്അത്ത് നിശ്ചയിച്ച് അത് സ്വലാത്തുൽ അവ്വാബീൻ ആണെന്ന് പറയാൻ തെളിവൊന്നുമില്ല. ഹദീസിൽ വന്ന സ്വലാത്തുൽ അവ്വാബീൻ എന്ന് പറഞ്ഞാൽ അത് ദുഹാ നിസ്കാരമാണ്. ഇനി ഇവിടെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ഇപ്പോൾ ഒരാള് പള്ളിയിൽ ഇൽമിന്റെ ദർസ് നടക്കുന്നുണ്ട്, ഇൽമിന്റെ ഒരു സദസ്സും ഉണ്ട്, അയാൾക്ക് നിസ്കരിക്കണം എന്നുണ്ട്. ഏതാ ഏറ്റവും അഫ്ദൽ? ഏറ്റവും നല്ലത് എന്താ? നിസ്കരിക്കലാണോ ക്ലാസ്സിൽ പങ്കെടുക്കലാണോ? ക്ലാസ്സിൽ പങ്കെടുക്കലാണ് ഏറ്റവും അഫ്ദൽ. കാരണം ത്വലബുൽ ഇൽം, അറിവ് പഠിക്കുക എന്നുള്ളതാണ് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളത്. കാരണം ഇൽമ് എന്നുള്ളതാണ് എന്ത്? അടിസ്ഥാനം. അറിവാണ് അടിസ്ഥാനം. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട, ഇപ്പൊ നമ്മൾ എന്താണ്? ഇബാദത്തിലാണ്. ഖുർആൻ ഓതുന്ന പോലെ നിസ്കരിക്കുന്ന പോലെ ഉള്ള ഒരു ഇബാദത്തിലാണ് നമ്മളുള്ളത് എന്ന ചിന്ത നമുക്ക് ഉണ്ടാകണം.